പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ ഇന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് SP അജിത് കുമാർ. കൊലപാതകം നടന്ന് 58ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അന്വേഷണത്തിലുടനീളം ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ദൃക്സാക്ഷികൾ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും SP പറഞ്ഞു. 58th ഡേ ആണ്, 58ാം ദിവസമാണ് ഉള്ളത്. സോ ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഏകദേശം ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് എല്ലാം എവിഡൻസ് വളരെ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം, അത് കൃത്യമായിട്ട് നമ്മുടെ കേസിലേക്ക് കൊണ്ടുവരണം. സോ നമുക്ക് എററിൻ്റെ മാർജിൻ വളരെ കുറവാണ് ഈ കേസിൽ. സോ അതൊരു ചാലഞ്ചാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ടീം വളരെ നന്നായിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വളരെ വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കൊലപാതകം നടന്ന 58ാം ദിവസം തന്നെ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്, വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? കേസിനെ സംബന്ധിച്ചിടത്തോളം ദൃക്സാക്ഷികൾ അടക്കം കാര്യങ്ങൾ തുറന്നു പറയാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രസാദ്? ലക്ഷ്മി, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആദ്യം പഴി കേട്ടെങ്കിൽ പോലും പിന്നീട് എല്ലാ നടപടികളും വളരെ വേഗത്തിലാക്കി എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രതിയെ പിടികൂടുന്നത് ഉൾപ്പെടെ ഈ സംഭവം നടന്ന് 36 മണിക്കൂറിനകം തന്നെ പ്രതി ചെന്താമരയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം പിന്നീട് നേരിട്ടിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇതിൽ തുടക്കത്തിൽ സംഭവം ഉണ്ടായ സമയത്ത് നമ്മൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തിയിരുന്ന ആളുകളിൽ ചില ആളുകളെങ്കിലും പോലീസ് മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു വിമുഖത കാണിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി സാക്ഷികളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ വെല്ലുവിളി തുടക്കത്തിൽ പോലീസിനുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ സാക്ഷികളെയും ദൃക്സാക്ഷി ഉൾപ്പെടെ ഇതിലേക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. പഴുതടച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു കേസിനും അന്വേഷണ സംഘം ചെയ്യേണ്ടത്. അത്തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം ആണ് പോലീസിനുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയാണ് SP വിശദമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും പ്രതികരിച്ചത് പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാം ആദ്യ സമയത്ത് ജാമ്യം ലഭിച്ച് പുറത്തു വന്ന ചെന്താമരയ്ക്ക് പരാതി നൽകിയിട്ടും അന്ന് പോലീസ് വേണ്ടത്ര നടപടി എടുത്തില്ല എന്നതൊരു ആക്ഷേപം ഉണ്ടായിരുന്നു, വിമർശനം ഉണ്ടായിരുന്നു. അതിനെല്ലാം പിന്നീട് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായി. കുറ്റപത്രം വളരെ വേഗത്തിൽ തന്നെ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. 58ാമത്തെ ദിവസം തന്നെ കുറ്റപത്രത്തിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഉച്ചയോടുകൂടി തന്നെ അത് സമർപ്പിക്കുമെന്നാണ്. പരമാവധി ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് വീട്ടുകാരും പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വേഗത്തിൽ സമർപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ശരിയാണ്. കൊലപാതകം നടന്നതിന് ശേഷം ഏതായാലും പ്രതിയെ കണ്ടെത്തുന്നതിലടക്കം പോലീസിന്റെ നടപടികൾ വളരെ ഊർജ്ജസ്വലമായിരുന്നു എന്ന് പറയാതെ വയ്യ. അതിനു മുമ്പായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചത്. അതിൽ വിമർശനം വല്ലാതെ നേരിട്ടിരുന്നു പോലീസ് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കണം. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ